ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അഖിലിനെയാണ്. അഖില് മെസ്സിലേക്ക് ചെന്ന് അയാളോട് പണം ചോദിക്കുമ്പോൾ അയാൾ പറയുകയാണ്, പണത്തിന്റെ ഇടപാടൊന്നും ഞാനുമായിട്ടല്ല, എല്ലാം മേഡത്തിനോട് ചോദിച്ചാൽ മതി. അതേസമയം ഐശ്വര്യ അങ്ങോട്ടേക്ക് വരികയാണ്. എവിടെയോ പച്ചക്കറി കടക്കാരൻ വന്നെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ എന്ന് ഐശ്വര്യ പറയുമ്പോൾ അയാൾ പറയുകയാണ്, മേഡം ഇതാ പച്ചക്കറിക്കാരൻ. അയ്യോ, ഇത് നമ്മുടെ അഖിലല്ലേ? അത്രയും പറഞ്ഞുകൊണ്ട് അയാളെ നോക്കിക്കൊണ്ട് ഐശ്വര്യ പറയുകയാണ്, ഇത് അഖില, ഞങ്ങളുടെ ഓഫീസിലെ ഒരു ബോസ് എന്ന് തന്നെ പറയാമായിരുന്നു. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് കാറിലിരുന്നായിരുന്നു യാത്ര. ഇപ്പൊ കണ്ടില്ലേ, പച്ചക്കറി വിറ്റുകൊണ്ട് നടക്കുന്നു. അവന്റെ ഭാര്യ പറയുന്നത് കേട്ട് ഇറങ്ങിപ്പോയതുകൊണ്ട് അവൻ എല്ലാ പ്രൗഢിയും അവന് നഷ്ടമായി. ഇപ്പൊ കണ്ടില്ലേ, ഒരു സാധാരണ പച്ചക്കറി കടക്കാരായി ജീവിക്കുന്നു. ഇത് കേൾക്കുന്ന അഖിൽ പറയുകയാണ്, ഏട്ടത്തി, പച്ചക്കറിക്കാരനാണെങ്കിലും എനിക്കൊരു കുഴപ്പവുമില്ല. ഞാൻ നല്ല അന്തസ്സായി തന്നെയാണ് ജീവിക്കുന്നത്. ആ പൈസ ഇങ്ങ് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് പോകാമായിരുന്നെന്ന് ഐശ്വര്യയോട് അഖിൽ പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, ഏത് പൈസ? പച്ചക്കറി വാങ്ങിയതിന്റെ പൈസ. അതിപ്പോ മാസത്തിൽ ഒരിക്കലായിട്ട് തരാം, അല്ലെങ്കിൽ ഒരാഴ്ച കഴിയട്ടെ, ഒരാഴ്ചത്തേക്ക് ഇവിടെ പച്ചക്കറി വേണം, അതിനുശേഷം പണം തരാമെന്ന് ഐശ്വര്യ പറയുമ്പോൾ അങ്ങനെ പറ്റില്ലെന്ന് അഖിൽ പറയുന്നു. തുടർന്ന് അഖിലിനെ അവിടെ നിന്ന് പരിഹാസത്തോടെ അപമാനിച്ചു വിടുകയാണ് ഐശ്വര്യ. പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ്. വീട്ടിലേക്ക് വരുന്ന അഖില് വിഷമത്തോടെ ഇരിക്കുന്ന കണ്ട് ശ്യാമ കാര്യം തിരക്കുമ്പോൾ ഐശ്വര്യ അവിടുത്തെ സ്റ്റാഫിന്റെ മുന്നിൽ വെച്ച് തന്നെ ആക്ഷേപിച്ച കാര്യം അഖില് ശ്യാമയോട് പറയുകയാണ്. ഇത് അങ്ങനെ വിട്ടാൽ പറ്റില്ല സാർ, നാളെ തന്നെ ചെന്ന് ചോദിക്കണമെന്ന് ശ്യാമ പറയുമ്പോൾ അഖിൽ പറയുകയാണ്, വേണ്ടടോ, അതൊന്നും വേണ്ട, അങ്ങനെ വിട്ടാൽ പറ്റില്ല സാർ, പോകണമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ തന്നെ ശ്യാമ മെസ്സിലേക്ക് ചെല്ലുകയാണ്. അതേസമയം ഐശ്വര്യ അവിടുത്തെ സ്റ്റാഫിനോട് അഖില് പച്ചക്കറി കൊണ്ടുവന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇല്ല മേഡം, കൊണ്ടുവന്നില്ലെന്ന് അയാളും പറയുന്നു. എങ്ങനെയെങ്കിലും ഒരാഴ്ച കൂടി അവന്റെ പച്ചക്കറി കടയിൽ നിന്നും പച്ചക്കറി എടുപ്പിക്കണം. അവസാനം ഹോൾസെയിൽകാരന് പണം കൊടുക്കാതെ വരുമ്പോൾ അയാള് ഇവർ രണ്ടിനെയും ജയിലിൽ കയറ്റും. അതോടെ അവന്റെ പച്ചക്കറി കട അടച്ചു പൂട്ടുകയും ചെയ്യും. എനിക്ക് അതാ വേണ്ടത്. അതോടെ ആ ശ്യാമയുടെ അഹങ്കാരം തീരുമല്ലോ എന്നൊക്കെ ഐശ്വര്യ സ്റ്റാഫിനോട് പറയുമ്പോൾ സ്റ്റാഫ് പറയുകയാണ്, അത് പിന്നെ അവരിന്നിങ്ങോട്ടേക്ക് നേരെ വരാമെന്നാ പറഞ്ഞത്. ആര്, അഖിലോ ശ്യാമയോ? ഇത് കേൾക്കുന്ന ശ്യാമ പറയുകയാണ്, ശ്യാമ തന്നെ, നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. മര്യാദയ്ക്ക് പണം തന്നിരുന്നെങ്കിൽ എനിക്കങ്ങ് പോകാമായിരുന്നു. ഇത് കേൾക്കുന്ന ഐശ്വര്യ പറയുകയാണ്, നിങ്ങൾ തന്ന പച്ചക്കറികളിൽ പകുതിയും ചീഞ്ഞതായിരുന്നു, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് ശ്യാമ പറയുമ്പോൾ അങ്ങനെ തന്നെയാണെന്ന് ഐശ്വര്യ പറയുന്നു. തുടർന്ന് ശ്യാമ അവിടുത്തെ സ്റ്റാഫിനോട് ചോദിക്കുമ്പോൾ അവർ പറയുകയാണ്, അല്ല മേഡം, എല്ലാ പച്ചക്കറിയും നല്ല ഫ്രഷ് തന്നെയായിരുന്നു, ഞങ്ങളും അന്തസ്സോടെ ജീവിക്കുന്നവർ തന്നെയാ മേഡം, ആ പൈസ കൊടുത്ത് വിടാൻ നോക്കാൻ സ്റ്റാഫുകൾ പറയുമ്പോൾ എല്ലാവരുടെ മുമ്പിൽ നാണം കെട്ട് ഐശ്വര്യ അപ്പോൾ തന്നെ ശ്യാമയുടെ കയ്യിലേക്ക് കാശ് കൊടുക്കുകയാണ്. തുടർന്ന് ഐശ്വര്യ പരിഹസിച്ചുകൊണ്ട് ശ്യാമ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് വാസുദേവനെയാണ്. വാസുദേവൻ ക്ഷേത്രത്തിലായിരുന്നു. തുടർന്ന് കുറച്ചു സമയം കഴിയുമ്പോൾ പ്രസിഡന്റ് അങ്ങോട്ടേക്ക് വന്നിട്ട് വാസുദേവൻ ഇന്ന് വീട്ടിൽ പോകരുതെന്നും ഭഗവാന് തിരുവാഭരണം അണിയിക്കുന്ന ദിവസമാണെന്നും പറയുന്നു. ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്, എന്നാലും വാസുദേവൻ കൂടി ഉണ്ടെങ്കിൽ തിരുവാഭരണത്തിന് അല്പം കൂടി സുരക്ഷിതത്വമായിരിക്കുമെന്ന് അയാൾ പറയുമ്പോൾ അതിന് സമ്മതിക്കുകയാണ് വാസുദേവൻ. അതേസമയം ഇതെല്ലാം മറഞ്ഞു നിന്ന് കേൾക്കുകയാണ് വിസ്മയ. പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ്. ഐശ്വര്യയുടെ അടുത്ത് നിന്ന് ശ്യാമ പണം വാങ്ങിയതിൽ സന്തോഷിച്ച് നിൽക്കുകയാണ് അഖിൽ. എന്നാലും താൻ ഇങ്ങനെയൊക്കെ പറയുമെന്ന് ഐശ്വര്യടത്തി കരുതി പോലും കാണില്ല. അപ്പോഴാണ് വാസുദേവനെ കാണുന്നില്ലെന്ന് പറഞ്ഞ് ദേവകി അങ്ങോട്ടേക്ക് വരുന്നത്. തുടർന്ന് വാസുദേവനെ വിളിക്കാനായി ശ്യാമ ഫോൺ എടുക്കുമ്പോൾ വാസുദേവൻ ശ്യാമയുടെ ഫോണിലേക്ക് വിളിക്കുകയും താനിന്ന് വരില്ലെന്നും തിരുവാഭരണത്തിന് കാവൽ നിൽക്കണമെന്നും പറയുന്നു. ഞാൻ എന്താണെങ്കിലും അച്ഛനുള്ള ആഹാരവുമായിട്ട് വരാമെന്ന് ശ്യാമ പറയുമ്പോൾ വേണ്ടെന്ന് പറയുകയാണ് വാസുദേവൻ. ഇല്ല, ഞാൻ എന്താണെങ്കിലും വരാമെന്ന് പറഞ്ഞ് ശ്യാമ കോള് കട്ട് ചെയ്യുന്നു. തുടർന്ന് ദേവകിയോട് ആഹാരം എടുത്തു വെക്കാൻ പറയുകയാണ് ശ്യാമ. ഞാനും അപ്പവും കൂടി കൊണ്ടുപോയി കൊടുത്തിട്ട് വരാമെന്ന് പറയുമ്പോൾ അഖിൽ പറയുകയാണ്, അത് വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയി കൊടുത്തോളാം. പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യയും വിസ്മയയുമാണ്. ക്ഷേത്രത്തിൽ വെച്ച് വാസുദേവനും പ്രസിഡന്റും കൂടി സംസാരിച്ച കാര്യമെല്ലാം വിസ്മയ വന്ന് ഐശ്വര്യയോട് പറയുകയാണ്. അവളുടെ അച്ഛനിട്ട് ഒരു പണി കൊടുത്താൽ അവൾ എന്താണെങ്കിലും തകരും, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് വിസ്മയ പറയുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് ഐശ്വര്യ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.